നിങ്ങളുടെ ഹൃദയം നിങ്ങളെ ഒരു ദിശയിലേക്ക് വലിച്ചിടുകയും നിങ്ങളുടെ കടമ നേരെ മറിച്ചാണ് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു നിമിഷം നിങ്ങൾ എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ? നീതി, സത്യം, അച്ചടക്കം എന്നിവയുടെ തത്വങ്ങളാൽ ജീവിതം മുഴുവൻ രൂപപ്പെടുത്തിയ IPS ഓഫീസർ വൈഷ്ണവിയുടെ കഥയാണിത്. എന്നാൽ ഒരു ദിവസം ആ തത്വങ്ങൾ തന്നെ ഒരു സഹോദരിയും സ്വപ്നം കാണാത്ത ഒരു തീരുമാനം എടുക്കാൻ അവളെ നിർബന്ധിച്ചു: സ്വന്തം സഹോദരനെ അറസ്റ്റ് ചെയ്യുക. എന്നാൽ വീഡിയോയിലേക്ക് പോകാം. മഹാരാഷ്ട്രയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് വൈഷ്ണവി ജനിച്ചത്. അവളുടെ മാതാപിതാക്കൾ അധ്യാപകരായിരുന്നു, സത്യസന്ധരും തത്വബോധമുള്ളവരും വളരെയധികം ബഹുമാനിക്കപ്പെടുന്നവരുമായിരുന്നു. ചെറുപ്പം മുതലേ അവളും അവളുടെ മൂത്ത സഹോദരൻ രാഘവും ശക്തമായ ഒരു വിശ്വാസത്തോടെയാണ് വളർന്നത്. ആരും കാണുന്നില്ലെങ്കിലും ശരിയായ കാര്യം ചെയ്യുക. അവർ വേർപിരിയാത്തവരായിരുന്നു. രാഘവ് കുസൃതിക്കാരനായിരുന്നു, സ്കൂളിൽ എപ്പോഴും കുഴപ്പങ്ങളിൽ അകപ്പെടും. ശാന്തയുമായ വൈഷ്ണവി പലപ്പോഴും അവനെ സംരക്ഷിക്കുമായിരുന്നു. അവരുടെ ബന്ധം ആഴമേറിയതായിരുന്നു, സഹോദരങ്ങൾ മാത്രമല്ല, ഉറ്റ സുഹൃത്തുക്കളും. വർഷങ്ങൾ കടന്നുപോയി, അവരുടെ വഴികൾ വ്യതിചലിച്ചു. വൈഷ്ണവി പഠനത്തിൽ മികവ് പുലർത്തി, പിന്നീട് UPSC പരീക്ഷ പാസായി IPS ഓഫീസറായി. അതേസമയം രാഘവ് കോളേജുമായി പൊരുതി, മോശം കൂട്ടുകെട്ടിലേക്ക് വഴുതി വീണു. ഒടുവിൽ ജോലി കണ്ടെത്താൻ നഗരത്തിലേക്ക് താമസം മാറി. അവർ ബന്ധം തുടർന്നു. പക്ഷേ എന്തോ ഒന്ന് മാറി. വൈഷ്ണവിയെ സ്വന്തം ജില്ലയിലാണ് നിയമിച്ചത്. അവർ കർക്കശക്കാരിയും നീതിമാനും ജനങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവളുമായിരുന്നു. അഴിമതി തുടച്ചുനീക്കുന്നതിനും രാഷ്ട്രീയ സമ്മർദ്ദത്തിനെതിരെ ഉറച്ചുനിൽക്കുന്നതിനും പേരുകേട്ട അവർ വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തി നേടി. അവരുടെ കീഴിൽ ആളുകൾക്ക് സുരക്ഷിതത്വം അനുഭവപ്പെട്ടു. എന്നാൽ വിജയം വെല്ലുവിളികളും കൊണ്ടുവന്നു. ശക്തരായ ശത്രുക്കൾ, മാധ്യമങ്ങളുടെ സൂക്ഷ്മപരിശോധന, അനന്തമായ ഉത്തരവാദിത്തങ്ങൾ. എന്നിട്ടും വൈഷ്ണവി ഒരിക്കലും ശാന്തത കൈവിട്ടില്ല. അവൾ വളർത്തിയ മൂല്യങ്ങളിൽ നിന്നാണ് അവളുടെ ശക്തി ലഭിച്ചത്. ആദ്യ അഭിമുഖത്തിനിടെ കരഞ്ഞപ്പോൾ ഒരിക്കൽ അവളുടെ കൈപിടിച്ചു നടന്ന സഹോദരന്റെ ഓർമ്മയിൽ നിന്നാണ്. അവൻ ഇപ്പോഴും അവിടെയുണ്ടെന്നും മികച്ചത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും അവൾ വിശ്വസിച്ചു. ഒരു വൈകുന്നേരം ഒരു വകുപ്പുതല ബ്രീഫിംഗിനിടെ വളർന്നുവരുന്ന ഒരു കുറ്റകൃത്യ ശൃംഖലയെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് അവളുടെ സംഘം പങ്കുവച്ചു. നിയമവിരുദ്ധ ഭൂമി ഇടപാടുകൾ, പിടിച്ചുപറി, പ്രാദേശിക കർഷകർക്കെതിരായ ഭീഷണികൾ. അതിശയിപ്പിക്കുന്ന ഭാഗം, പ്രധാന പ്രതി രാഘവ് ദേശ്മുഖ് എന്ന വ്യക്തിയായിരുന്നു. വൈഷ്ണവിയുടെ ഹൃദയം നിലച്ചു. അവൾ ആദ്യം അത് വിശ്വസിക്കാൻ വിസമ്മതിച്ചു. ഒരു തെറ്റ് ഉണ്ടായിരിക്കണം, അവൾ മന്ത്രിച്ചു. പക്ഷേ തെളിവുകൾ കുന്നുകൂടാൻ തുടങ്ങി. ശബ്ദ റെക്കോർഡിംഗുകൾ, സാക്ഷിമൊഴികൾ, സാമ്പത്തിക കൈമാറ്റം, എല്ലാം അവളുടെ സഹോദരനിലേക്ക് വിരൽ ചൂണ്ടുന്നു. അവൾ ബാല്യകാല രഹസ്യങ്ങൾ പങ്കുവച്ച ആൺകുട്ടി. അവളുടെ പരീക്ഷാ ഹാളിന് പുറത്ത് അവളുടെ പ്രിയപ്പെട്ട ചോക്ലേറ്റുമായി കാത്തിരുന്ന പുരുഷൻ. അയാൾക്ക് ഇത്രയും ഇരുണ്ട എന്തെങ്കിലും കാര്യത്തിൽ പങ്കുണ്ടാകുമോ? ദിവസങ്ങൾ കടന്നുപോയി. വൈഷ്ണവി സ്വയം ഒതുങ്ങി. അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ കണ്ണുകൾ അടയ്ക്കുമ്പോഴെല്ലാം അവരുടെ ബാല്യകാല ഓർമ്മകൾ മിന്നിമറഞ്ഞു. രാഘവ് അവളെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നു, അവരുടെ പിൻമുറ്റത്തെ മരത്തിൽ നിന്ന് മാമ്പഴം നുറുക്കുന്നു, കുടുംബ പ്രാർത്ഥനയ്ക്കിടെ അവളുടെ അരികിൽ ഇരിക്കുന്നു. അവർ പങ്കിട്ട ഓരോ നിമിഷവും അവൾ ആവർത്തിച്ചു. പക്ഷേ നിയമം വ്യക്തമായിരുന്നു. ഒരു IPS ഉദ്യോഗസ്ഥന്റെ കടമ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കി ആളുകളെ സംരക്ഷിക്കുകയല്ല, മറിച്ച് എന്തുതന്നെയായാലും നിയമം സംരക്ഷിക്കുക എന്നതാണ്. അവളുടെ സംഘം അറസ്റ്റ് വാറണ്ട് തയ്യാറാക്കിയ ദിവസം അവൾ ഒരു നിമിഷം ഒറ്റയ്ക്ക് ചോദിച്ചു. അവൾ ഓഫീസിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്നു. അവളുടെ യൂണിഫോം തിളങ്ങുന്നു, മെഡലുകൾ തിളങ്ങുന്നു. അവളുടെ ചുണ്ടുകൾ വിറച്ചു. പക്ഷേ അവളുടെ ശബ്ദം സ്ഥിരമായിരുന്നു: അറസ്റ്റ് ടീമിനെ ഞാൻ നയിക്കും. വൈഷ്ണവിയും സംഘവും നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു പഴയ ഫാം ഹൌസിൽ എത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നില്ല. അവൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി, ബൂട്ടുകൾ ചരലിൽ കുടുങ്ങി. അതാ അവൻ, രാഘവ്, പ്രവേശൻ കവാടത്തിൽ ക്ഷീണിതനായ കണ്ണുകളോടെ നിൽക്കുന്നു. ഈ നിമിഷം വരുമെന്ന് അവനറിയാമായിരുന്നു. അവർ പരസ്പരം നോക്കി. ഒരു മിനിറ്റ് നേരത്തേക്ക് ആരും സംസാരിച്ചില്ല. പിന്നെ രാഘവ് മന്ത്രിച്ചു: അത് നിങ്ങളായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. വൈഷ്ണവിയുടെ ഹൃദയം വേദനിച്ചു. പക്ഷേ അവൾ തകർന്നില്ല. അവൾ ഒരു ദീർഘനിശ്വാസമെടുത്ത് പറഞ്ഞു: ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം എനിക്ക് നിക്ഷിപ്തമായ അധികാരത്താൽ നിങ്ങൾ അറസ്റ്റിലാണ്. അവൾ കരഞ്ഞില്ല അപ്പോൾ അല്ല. പക്ഷേ അവളുടെ സംഘം അവനെ കൈകളിൽ വിലങ്ങിട്ട് കൊണ്ടുപോകുമ്പോൾ അവൾ തിരിഞ്ഞു. അവളുടെ മുഖത്ത് കണ്ണുനീർ ഒഴുകി. പക്ഷേ അവളുടെ ചുണ്ടുകളിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തുവന്നില്ല. അന്ന് ലോകം ശക്തനായ ഒരു ഉദ്യോഗസ്ഥനെ കണ്ടു. പക്ഷേ ഉള്ളിൽ ഒരു സഹോദരി പൊട്ടിക്കരയുകയായിരുന്നു. മാധ്യമങ്ങൾ വാർത്തയുമായി പൊട്ടിത്തെറിച്ചു. IPS ഓഫീസർ സ്വന്തം സഹോദരനെ അറസ്റ്റ് ചെയ്തു. തലക്കെട്ടുകൾ അലറി. ആളുകൾ അവളുടെ സത്യസന്ധതയെയും ധൈര്യത്തെയും പ്രശംസിച്ചു. പക്ഷേ വൈഷ്ണവിക്ക് ആ നിമിഷത്തിൽ അഭിമാനം തോന്നിയില്ല. തന്റെ സായാഹ്നങ്ങൾ തന്റെ ക്വാർട്ടേഴ്സിൽ ഒറ്റയ്ക്ക് ചെലവഴിച്ചു. രാഘവും ഒരു കളിപ്പാട്ട വിമാനവുമായി കളിക്കുന്ന പോയ ഫോട്ടോയിലേക്ക് നോക്കി. അവൾ എല്ലാം ചോദ്യം ചെയ്തു. അവൾക്ക് അവനെ നേരത്തെ രക്ഷിക്കാൻ കഴിയുമായിരുന്നോ? അവൾ കൂടുതൽ ശ്രമിക്കണമായിരുന്നു. എന്നാൽ പതുക്കെ അവളുടെ വേദന ലക്ഷ്യമായി മാറി. അപകടസാധ്യതയുള്ള യുവാക്കൾക്കായി അവൾ ആർട്ടീച്ച് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനെക്കുറിച്ച് അവൾ സ്കൂളുകളിലും കോളേജുകളിലും പ്രസംഗങ്ങൾ നടത്തി. തടവുകാരെ പോലും സന്ദർശിച്ചു. അവരുടെ കഥകൾ കേട്ടു. രണ്ടാമതൊരു അവസരം നൽകി. ഭൂതകാലം മാറ്റാൻ കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ
ഭാവി രൂപപ്പെടുത്താൻ അവൾക്ക് കഴിയും, മറ്റുള്ളവർക്കായി. ഏതാനും മാസങ്ങൾക്കുശേഷം രാഘവ് ജയിലിൽ നിന്ന് അവൾക്ക് ഒരു കത്തെഴുതി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ദീദി, അന്ന് ഞാൻ നിന്നെ വെറുത്തു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നീ നിന്റെ സഹോദരനെ അറസ്റ്റ് ചെയ്തില്ല. വഴിതെറ്റിപ്പോയ ഒരാളെ രക്ഷിക്കാൻ ശ്രമിച്ചു. നിന്റെ ഹൃദയം തകർന്നപ്പോഴും നീ നിന്റെ കടമ നിർവഹിച്ചു. അത് നിന്നെ എന്റെ നായകനാക്കുന്നു. വൈഷ്ണവി കത്ത് മടക്കി ഡയറിയിൽ വച്ചു. ഇത്തവണ അവൾ കരഞ്ഞില്ല, അവൾ പുഞ്ചിരിച്ചു, മൃദുവായി, സങ്കടത്തോടെ, അഭിമാനത്തോടെ. ഇത് വിശ്വാസവഞ്ചനയുടെ കഥയല്ല, ഇത് ശക്തിയുടെ കഥയാണ്. സഹോദരി, ഉദ്യോഗസ്ഥ എന്നീ രണ്ട് വ്യക്തിത്വങ്ങൾ ധരിച്ച് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളെ തിരഞ്ഞെടുത്ത ഒരു സ്ത്രീയുടെ. കാരണം ചിലപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ലോകത്തിനെതിരെ നിൽക്കുക എന്നതല്ല, ശരിക്കുവേണ്ടി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കെതിരെ നിൽക്കുക എന്നതാണ്. ചിലർക്ക് മാത്രമേ ആ ധൈര്യമുള്ളൂ.